വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. നമ്മൾ ഇന്ന് സോഷ്യൽ സയൻസ് സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3ാമത്തെ ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിട്ടാണ് നേരെ എന്തിലോട്ട് പോകുന്നത്, 4ാമത്തെ ചാപ്റ്ററിലോട്ട് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ നിങ്ങൾ കണ്ടതാണ് അല്ലേ, ഈ ജോഗ്രഫി എന്ന് പറയുന്ന വിഷയത്തിനകത്ത് നമുക്ക് ജോഗ്രഫി എക്കണോമിക്സും അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ സയൻസ് 2-നകത്ത് ജോഗ്രഫിയും എക്കണോമിക്സും വരുന്നുണ്ട്. അപ്പോൾ ജോഗ്രഫിയുടെ 2 ചാപ്റ്റർ തീർന്നു കഴിഞ്ഞപ്പോൾ ഉറപ്പായിട്ടും എക്കണോമിക്സിലെ ചാപ്റ്റർ ആയിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ടേം പരീക്ഷയ്ക്ക് വരാനായിട്ട് സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, 3ാമത്തെ ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിട്ട് നേരെ എന്തിലോട്ട് പോവുകയാണ്, 4ലോട്ട് പോവുകയാണ്. അപ്പോൾ 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ച ചാപ്റ്ററുകളുടെ ഒരു കണ്ടിന്യൂഷനാണ്. അവിടെ എക്കണോമിക്സിനെ പറ്റിയിട്ടുള്ള ബേസിക് കൺസംഷൻ, കൺസ്യൂമർ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൻ്റെ പേര് കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്നാണ്. ചെറിയ ചാപ്റ്ററാണ്, മുമ്പത്തെ ജോഗ്രഫിയുടെ ചാപ്റ്റേഴ്സിനെ പോലെ അത്ര വലുതൊന്നുമല്ല, കുറച്ച് പേജുകളേ ഉള്ളൂ. പക്ഷെ പഠിക്കാനുള്ള കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കി പഠിക്കാനുള്ളതും നമുക്കത് ആവശ്യമുള്ളതുമാണ്. അതായത് നമ്മളെല്ലാവരും ആരാണ്, നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സാണ് അല്ലേ. നമ്മളെല്ലാവരും സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ എവിടെ നിന്നാണ് സാധനങ്ങൾ വാങ്ങുന്നത്? മാർക്കറ്റിൽ നിന്നാണ് വാങ്ങുന്നത് അല്ലേ. കടയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട എന്ന് പറയുന്നതാണ് എന്താ, എക്കണോമിക്സിനെ സംബന്ധിച്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൺലൈൻ വാങ്ങുന്നതായിക്കോട്ടെ ഓഫ്ലൈൻ വാങ്ങുന്നതായിക്കോട്ടെ എല്ലാത്തിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം, മാർക്കറ്റ് എന്ന് വിളിക്കാം. സോ ഫസ്റ്റ് നമ്മൾ എന്താണ് ഒരു മാർക്കറ്റ്, ആരാണ് ഒരു കൺസ്യൂമർ, എന്താണ് കൺസംഷൻ എന്ന മുന്നേ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്തെടുത്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നു. അത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാം, കടകളിൽ നിന്ന് വാങ്ങാം, ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ നിന്ന് വാങ്ങാം. അപ്പോൾ എവിടെ നിന്നാണോ വാങ്ങുന്നത് അതിനെയാണ് നമ്മൾ പ്രധാനമായിട്ടും മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ വീടിനടുത്തുള്ള മീൻ വിൽക്കുന്ന ചന്തയല്ല എന്ന് മനസ്സിലാക്കണം. എക്കണോമിക്സിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ പറയുന്ന എന്ത് സാധനങ്ങൾ വാങ്ങുന്ന ആ ഒരു സ്ഥലത്തെയാണ് മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റും. മാർക്കറ്റ് ഈസ് എ പ്ലേസ് വെയർ സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ് എസ്റ്റാബ്ലിഷ് ക്ലോസ് ലിങ്ക്സ് അല്ലേ. സെല്ലേഴ്സും ബയേഴ്സും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ഥലം എവിടെയാണോ അതിന് നമുക്ക് എന്ത് വിളിക്കാം, മാർക്കറ്റ് എന്ന് വിളിക്കാം. അവിടെ നമ്മൾ എന്ത് വാങ്ങും, സാധനങ്ങൾ വാങ്ങും. ആ വാങ്ങുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കൺസംഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ. എന്താണ് കൺസംഷൻ? ഈസ് ദ പ്രോസസ് ഓഫ് ബൈയിങ് ആൻഡ് യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ഫുൾഫിൽ അവർ നീഡ്സ് അല്ലേ. നമ്മുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങളോ സേവനങ്ങളോ നമ്മൾ വാങ്ങുന്നതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ കൺസംഷൻ എന്ന് വിളിക്കുന്നത്. മലയാളത്തിൽ ഉപഭോഗം എന്നാണ് എന്ത് ചെയ്യുന്നത്, അതിനെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് മാർക്കറ്റ് എന്താണെന്ന് അറിയാം. എവിടെയാണ് സെല്ലേഴ്സും ബയേഴ്സും ഒരുമിച്ച് കൂടുന്ന സ്ഥലം മാർക്കറ്റ്. അവിടെ നടക്കുന്ന പ്രോസസ്സാണ് കൺസംഷൻ. എന്താണ് കൺസംഷൻ? നമ്മളുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളുടെ നീഡ്സ് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സാധനങ്ങളോ അല്ലെങ്കിൽ സേവനങ്ങളോ വാങ്ങുന്നു, ഗുഡ്സോ അല്ലെങ്കിൽ സർവീസുകളോ വാങ്ങുന്നു. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് കൺസംഷൻ. അത് നടത്തുന്ന ആളുടെ പേര് കൺസ്യൂമർ. കൺസ്യൂമർ എന്ത് ചെയ്യും? സംവൺ ഹൂ ബൈസ് ആൻഡ് യൂസസ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ എ പ്രൈസ് ഓർ അണ്ടർ ആൻ എഗ്രിമെൻറ്റ് ടു ബൈ ദം ഫോർ എ പ്രൈസ്. എന്താ സംഭവം? ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ രാവിലെ എണീറ്റു, എനിക്കൊരു ചായ കുടിക്കണം, പാല് വേണം. ഞാൻ കടയിൽ ചെന്നു, ഒരു പാക്കറ്റ് പാല് പൈസ കൊടുത്ത് വാങ്ങിച്ചു. സോ ഞാനിപ്പോൾ എന്ത് ചെയ്തു, ഒരു കൺസ്യൂമറാണ്. ഞാൻ എന്ത് ചെയ്തു, പാലെന്ന് പറയുന്ന പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയി ഒരു ചായ ഇട്ടു, അതിനെ കുടിച്ചു. സോ ഞാൻ എന്ത് ചെയ്തു, കൺസ്യൂം ചെയ്തു. അതിനാണ് കൺസംഷൻ എന്ന് പറയുന്നത്. അതിലൂടെ ചായ കുടിക്കണമെന്ന് പറയുന്ന എൻ്റെ ആഗ്രഹം ഫുൾഫിൽ ചെയ്തു. അപ്പോൾ അവിടെ ഞാൻ പൈസ കൊടുത്താണ് വാങ്ങിച്ചത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, ടു ബൈ അറ്റ് എ പ്രൈസ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർ എ പ്രൈസിന് ഞാനൊരു പാക്കറ്റ് പാല് വാങ്ങിച്ചു, ഒരു 26 രൂപ കൊടുത്ത് വാങ്ങിച്ചു. എനിക്കൊരു വണ്ടിയുടെ ആവശ്യമുണ്ട്, എനിക്ക് ഓഫീസിൽ പോകാനായിട്ടൊരു വണ്ടി വേണം. ഞാൻ കടയിൽ ചെന്നു, വണ്ടി വാങ്ങാൻ പോയി. അപ്പോൾ വണ്ടി എന്ന് പറയുമ്പോൾ, ഒരു ബൈക്ക് എന്ന് പറയുമ്പോൾ മിനിമം ഇപ്പോൾ 1,00,000 രൂപ അടുപ്പിച്ചാവും. അത്രയൊന്നും ഒറ്റയടി കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ലോണിൽ വാങ്ങും. അപ്പോൾ ലോണെന്ന് വെച്ചാൽ എന്താണ്, ഈ പൈസ ഞാൻ പിന്നീട് തന്നോളാം, എന്ന എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്തു, സാധനം വാങ്ങിച്ചു. അപ്പോഴും എൻ്റെ ആവശ്യം നടന്നു. പൈസ ഞാൻ പിന്നെ കൊടുത്തോളാം, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് മാസം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുത്തോളാം എന്ന എഗ്രിമെൻറ്റിന് പുറത്ത് കൊടുത്തു. എങ്കിലും ഞാൻ ആരാണ്, കൺസ്യൂമറാണ്. അപ്പോൾ 3 കാര്യങ്ങൾ പഠിച്ചു. എന്താണ് ഒരു മാർക്കറ്റ് എന്നറിയാം, എന്താണ് കൺസംഷൻ എന്ന് നിങ്ങൾക്കറിയാം, എന്താണ് കൺസ്യൂമർ എന്നും അറിയാം. ഇനിയാണ് പ്രശ്നം വരുന്നത്, കൺസംഷൻ. ഞാനൊരു പാല് വാങ്ങിച്ചു കുടിച്ചു, ഞാൻ അതുകൊണ്ട് തൃപ്തനായോ ഇല്ലേ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സാറ്റിസ്ഫാക്ഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ. ഞാൻ സാധനം വാങ്ങിച്ചു, പക്ഷേ അതെനിക്ക് പൂർണ്ണ തൃപ്തി കിട്ടിയെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പൂർണ്ണ തൃപ്തി കിട്ടിയില്ല, ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ ബൈക്ക് വാങ്ങിച്ചു 3-ാം ദിവസം തന്നെ എന്ത് ചെയ്തു, അതിൽ കംപ്ലൈൻ്റായി വർക്ക്ഷോപ്പിൽ കയറി. ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും? അല്ല, ഞാൻ അത്ര എന്ത് ചെയ്യത്തില്ല, സാറ്റിസ്ഫൈഡ് ആവത്തില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഇത്തരം സാറ്റിസ്ഫാക്ഷനെ കുറിച്ചാണ്. ഒരു ഉൽപ്പന്നം വാങ്ങുന്ന കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ വർഷം പഠിച്ചു. ഈ വർഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഉൽപ്പന്നം നമ്മൾ വാങ്ങിയിട്ട്, ഒരു സാധനം നമ്മൾ വാങ്ങിയിട്ട് ആ വാങ്ങിയ സാധനം നമ്മൾ ഉപയോഗിക്കും അല്ലെ, അതിനൊരു ഉപയോഗമുണ്ട്. അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമാണ് എന്ത്, സാറ്റിസ്ഫാക്ഷൻ. എന്തുവാണ്? സാറ്റിസ്ഫാക്ഷൻ, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. കൺസ്യൂമറായി എനിക്ക് കിട്ടുന്ന സംതൃപ്തി. അപ്പോൾ തൃപ്തി കിട്ടുന്നുണ്ടോ, അല്ലെ എത്രത്തോളം കിട്ടുന്നുണ്ട്,
തൃപ്തി കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇപ്പോൾ കൺസ്യൂമർ എന്ന നിലയ്ക്ക് എനിക്ക് കുറച്ച് അവകാശങ്ങളുണ്ട്. നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമുക്ക് കുറേ അവകാശങ്ങൾ തരുന്നുണ്ട്. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ എൻ്റെ ആവശ്യം നടക്കണം. നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ പൈസ തിരിച്ചു തരണം, അല്ലെങ്കിൽ നഷ്ടപരിഹാരം തരണം. അങ്ങനെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് അടുത്ത ക്ലാസ്സിലായിരിക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഈ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന കാര്യമാണ്. ഇത് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ? മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം? അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം? അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സോ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് പോയിന്റ് സിമ്പിളാണ്. നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അളക്കാൻ പറ്റുന്നൊരു സാധനം അല്ല. അപ്പോൾ എന്താ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ കൺസ്യൂമർ ഗെറ്റ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. പക്ഷേ പ്രശ്നം എന്താണ്? ഇത് ക്വാണ്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ക്വാണ്ടിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ബൈക്ക് വാങ്ങിച്ചപ്പോഴാണോ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്, രാവിലെ പാല് വാങ്ങി ചായ ഇട്ടപ്പോഴാണോ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് ചോദിച്ചാൽ രണ്ടിടത്തും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടി. എവിടെയാണ് കൂടുതൽ കിട്ടിയെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ് അല്ലേ? നമുക്കത് മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. എങ്കിലും ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സാധനം മെഷർ ചെയ്യാനായിട്ട് എന്താണ്, നമുക്കൊരു വഴിയുണ്ട്. എന്താ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കാണുന്ന ആൾ ആൽഫ്രഡ് മാർഷൽ. ആരാണ്? ആൽഫ്രഡ് മാർഷൽ. എക്കണോമിക്സിലെ വലിയൊരു സയൻറ്റിസ്റ്റാണ് ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്നത്. നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പോകുമ്പോൾ ഇദ്ദേഹത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. അദ്ദേഹം പറഞ്ഞു, നമുക്ക് സാറ്റിസ്ഫാക്ഷനെ മെഷർ ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തൃപ്തി ഉണ്ടല്ലോ, അത് നമുക്ക് യൂട്ടിലിറ്റി എന്ന് വിളിക്കാം. നമുക്കതിനെ എന്ത് വിളിക്കാം? യൂട്ടിലിറ്റി എന്ന് വിളിക്കാം. ഈ യൂട്ടിലിറ്റിക്ക് ഞാൻ പറയുകയാണ്, നമ്മൾ പരീക്ഷയ്ക്ക് മാർക്ക് കൊടുക്കും പോലെ നമ്മൾ എന്ത് കൊടുക്കുകയാണ്? യൂട്ടിലിറ്റിക്ക് ഒരു മാർക്ക് കൊടുക്കുകയാണ്. യൂട്ടിലിറ്റിക്ക് എന്ത് കൊടുക്കുകയാണ്? ഒരു മാർക്ക് കൊടുക്കുകയാണ്. ആ മാർക്കിലുണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും ഒരു സാധനം നമുക്ക് എത്രത്തോളം തൃപ്തി തന്നു, എത്രത്തോളം തൃപ്തി തന്നില്ല എന്ന്. ഫോർ എക്സാമ്പിൾ, ഞാൻ ആപ്പിള്, ഓറഞ്ച്, മാംഗോ ഇത് മൂന്നും ഓരോ പീസ് വെച്ച് നിങ്ങൾക്ക് തന്നിട്ട് ചോദിക്കുകയാണ്, ഔട്ട് ഓഫ് 10 നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും? നമ്മളിപ്പോഴത്തെ സിനിമയിലൊക്കെ റേറ്റിംഗ് പറയാറില്ല, സിനിമ റിവ്യൂസ് റേറ്റിംഗ് പറയുന്ന പോലെ നിങ്ങൾ എത്ര റേറ്റിംഗ് കൊടുക്കും? ഇത് ഓരോ വ്യക്തിക്കും ഓരോന്നായിരിക്കും. ചില ആപ്പിൾ ഇഷ്ടമുള്ള ആൾ പറയും എനിക്ക് എന്താണ് 10ൽ 10 തോന്നി. അപ്പോൾ അയാൾ പറയും എനിക്ക് ഓറഞ്ച് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ 10ൽ ഒരു 8 ഞാൻ കൊടുക്കുന്നു. മാർക്ക് താഴത്തെ 10 നോക്കണം, ഒരു നമ്പർ കൊടുക്കുന്നു, അങ്ങനെ ആലോചിച്ചാൽ മതി. മാംഗോ കഴിച്ചപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ഞാനൊരു 6 കൊടുത്തത്. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നതുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. അപ്പോൾ യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമോഡിറ്റി. ഇറ്റ് ഈസ് ദ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമോഡിറ്റി. ഒരു സാധനം വാങ്ങി ഞാൻ ഉപയോഗിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന തൃപ്തിയുടെ അളവിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. ഈ യൂട്ടിലിറ്റി നമുക്ക് ഇതുപോലെ നമ്പറുകളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ കാർഡിനൽ നമ്പർ എന്ന് വിളിക്കുന്നത്. സിമ്പിളാണ്. നമ്മൾ കാർഡിനൽ നമ്പർ എന്ന് വെച്ചാൽ എന്തൊരു വസ്തുവിനെയും നമ്മൾ ഒരു നമ്പർ കൊടുക്കുന്നു. എന്ത് കൊടുക്കുന്നു? ഒരു നമ്പർ കൊടുക്കുന്നു, എണ്ണം കൊടുക്കുന്നു. ആ എണ്ണത്തെയാണ് നമ്മൾ കാർഡിനൽ നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ആപ്പിൾ കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് യൂട്ടിലിറ്റി 10. ഇപ്പോൾ യൂട്ടിലിറ്റിക്ക് ഒരു യൂണിറ്റ് വേണ്ടേ? നമ്മൾ ലെങ്ത് അളക്കുന്ന മീറ്ററിലാണ്, ടൈം അളക്കുന്ന സെക്കൻഡിലാണ്. അതുപോലെ യൂട്ടിലിറ്റി എന്തിലളക്കും? യൂട്ടിൽസിൽ അളക്കും. എന്തിലളക്കും? UTILS എന്ന യൂണിറ്റിലാണിത് അളക്കുന്നത്. ആപ്പിൾ കഴിച്ചപ്പോൾ 10 യൂട്ടിലിറ്റി എനിക്ക് കിട്ടി. ഓറഞ്ച് കഴിച്ചപ്പോൾ 8 കിട്ടി, മാംഗോ കഴിച്ചപ്പോൾ 6 കിട്ടി. അപ്പോൾ ഇത് മുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ തൃപ്തി തന്ന ഏതെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി പറയാൻ പറ്റും ആപ്പിളിലാണ്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു? അത്രയ്ക്ക് ഈസി ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്നൊരു സാധനത്തിനെ നമ്പറുകൾ കൊണ്ട് ഇവിടെ എക്സ്പ്രസ് ചെയ്തു. ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. യൂട്ടിലിറ്റി എന്ന ക്വാണ്ടിറ്റിയെ കാർഡിനൽ നമ്പറുകൾ ഉപയോഗിച്ച്, എന്ന് വെച്ചാൽ എണ്ണം ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? റെപ്രസെൻ്റ് ചെയ്യുന്ന തിയറി. ഇത് ഞാനല്ല കൊണ്ടുവന്നത്. ആരാണ്? ആൽഫ്രഡ് മാർഷലാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ. വി നോ ദാറ്റ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് എ ഡിഫിക്കൽട്ട് ടു മെഷർ മാത്തമാറ്റിക്കലി. അല്ലെ, ഇതെന്താണ് മെഷർ ചെയ്യാൻ? ഇവിടെ ലൈനൊന്ന് മിസ്സായിപ്പോയി അല്ലേ, നോക്കിയോ. വി നോ ദാറ്റ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. അല്ലെ, ഏതൊരു എക്കണോമിക് ആക്ടിവിറ്റിയുടെയും മെയിൻ റോള് തൃപ്തി കൺസ്യൂമറിന് കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ ഈ സാറ്റിസ്ഫാക്ഷൻ അഥവാ തൃപ്തി എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലി മെഷർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇത് ഓരോ വ്യക്തികൾക്കനുസരിച്ചും മാറും. ഞാനൊരു സിനിമ കണ്ടു, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, ഞാൻ റേറ്റിംഗ് 10 ഔട്ട് ഓഫ് 10 കൊടുത്തു എന്ന് വിചാരിക്കാം. പക്ഷേ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം നിങ്ങളൊരു വ്യക്തിയാണ്, ഞാനൊരു വ്യക്തിയാണ്. നമ്മുടെ രണ്ടുപേരുടെ ഇഷ്ടങ്ങൾ എങ്ങനെയല്ല? ഒരുപോലെ അല്ല. സോ ഇതെന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. സോ ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ആൽഫ്രഡ് മാർഷൽ വാസ് ദ ഫസ്റ്റ് എക്കണോമിസ്റ്റ് ടു മേക്ക് എൻ അറ്റംപ്റ്റ് അറ്റ് സച്ച് എ ക്വാണ്ടിഫിക്കേഷൻ. അപ്പം ഇതിനെ ഒന്ന് മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം എന്തൊരു സാധനം വാങ്ങുമ്പോഴും നമ്മൾ ഫീഡ്ബാക്കുകൾ കൊടുക്കാറില്ലേ? ആ ഫീഡ്ബാക്ക് പോലെ ഒന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എക്കണോമിക്സിന് ബേസിക് എന്ന് പറയുന്നത് സാധനം വാങ്ങലും വിൽക്കലുമാണ്. അപ്പോൾ ഒരു സാധനം വാങ്ങിയ ആൾക്ക് എത്രത്തോളം തൃപ്തി കിട്ടുന്നു, അല്ലെങ്കിൽ തൃപ്തി കുറവുണ്ടോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ റേറ്റിംഗ് കൊടുക്കുന്ന പരിപാടി പോലെ റേറ്റിംഗ് കൊടുക്കുമ്പോൾ എന്താ 5 സ്റ്റാർ ഉണ്ട്. 5 സ്റ്റാർ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റാർ കൊടുക്കാം.
അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? 3 സ്റ്റാർ കൊടുത്തു. അതായത് ആ ക്വാണ്ടിറ്റിക്ക് ഞാൻ കൊടുത്ത കാർഡിനൽ നമ്പർ 3 ആണ്. അപ്പോൾ 3 റേറ്റിംഗ് ഞാൻ അതിന് കൊടുത്തു. അതുപോലെയാണ് എന്ത് ചെയ്യാൻ പറ്റും? യൂട്ടിലിറ്റി എന്ന് പറയുന്ന കാര്യത്തെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ സാറ്റിസ്ഫാക്ഷൻ ഗെയിൻഡ് ത്രൂ കൺസംഷൻ ക്യാൻ ബി കൺസിഡേർഡ് ആസ് യൂട്ടിലിറ്റി. അപ്പോൾ എന്താ യൂട്ടിലിറ്റി? നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന തൃപ്തിയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. അത് ഗുഡ്സിനും സർവീസിനും ഉണ്ട്. ആ യൂട്ടിലിറ്റി അളക്കുന്നതിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ എന്താണ് യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി ഇസ് ദ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമോഡിറ്റി. ഒരു കമോഡിറ്റിയുടെ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ, ഒരു സാധനം വാങ്ങാൻ അത് എത്രത്തോളം തൃപ്തി തരുന്നു അതിൻ്റെ പവർ, അതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. അളക്കുന്നതോ യൂട്ടിൽസ് എന്ന യൂണിറ്റിലാണ്. അപ്പോൾ എന്ത് യൂണിറ്റിലാണ് അളക്കുന്നത്? യൂട്ടിൽസ് എന്ന യൂണിറ്റിലാണ്. അപ്പം ആപ്പിളിൻ്റെ ഞാൻ പറയും 10 യൂട്ടിൽസ് ആണ് എൻ്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓറഞ്ചിന് ഞാൻ പറയും 8 യൂട്ടിൽസ് ആണ്. മാംഗോക്ക് ഞാൻ പറയും 6 യൂട്ടിൽസ് ആണ്. അത് വെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. സോ ദ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്താ പറയുന്നത്? സ്റ്റേറ്റ്സ് ദാറ്റ് സാറ്റിസ്ഫാക്ഷൻ derived by the consumer through the consumption of a goods and services can be quantified by using cardinal number. പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി പ്രപ്പോസ് ചെയ്തത് ആൽഫ്രഡ് മാർഷൽ. എന്താ പറയുന്നത്? സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ബൈ എ കൺസ്യൂമർ, ഒരു കൺസ്യൂമറിന് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് കൺസ്യൂം ചെയ്തപ്പോൾ കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതിൽ നമുക്ക് നമ്പറുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ തിയറിയാണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. അപ്പോൾ എൻ്റെ തൃപ്തി മാറിയോ ഇല്ലെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ഞാൻ ഈ കൊടുക്കുന്ന നമ്പറുകൾ പരസ്പരം താരതമ്യം ചെയ്താൽ മതി. ഇപ്പോൾ ആപ്പിൾ, ഓറഞ്ച്, മാംഗോ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ മൂന്നിലും എനിക്ക് ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി കിട്ടിയത് ഏതെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി എനിക്ക് ആപ്പിൾ എന്ന് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ അതിന് നമ്പർ കൊടുത്ത് വെച്ചത് കൊണ്ടാണ്. ഇനി ആപ്പിൾ എന്ന് പറയുന്ന സാധനം തന്നെ ഞാൻ ഒരു ദിവസം വാങ്ങിച്ചു, രണ്ടാമത്തെ ദിവസം വാങ്ങിച്ചു, മൂന്നാമത്തെ ദിവസം വാങ്ങിച്ചു, നാലാമത്തെ ദിവസം വാങ്ങിച്ചു. ഓരോ ദിവസവും എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? എനിക്ക് എത്രത്തോളം തൃപ്തി കിട്ടിയെന്നുള്ള നമ്പർ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ഞാൻ എന്ത് ചെയ്തു? ഒരു ആപ്പിൾ ഒരു കഷ്ണം കഴിച്ചു, ഒരു പീസ് കഴിച്ചു, എനിക്ക് നല്ല തൃപ്തി കിട്ടി, ഞാൻ 10 പോയിന്റ് കൊടുത്തു. രണ്ടാമത്തെ പീസ് കഴിച്ചു, ഫസ്റ്റ് കഴിക്കുന്ന അത്രയും തൃപ്തി എനിക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, ഞാൻ 9 പോയിന്റ് കൊടുത്തു. മൂന്നാമത്തെ പീസ് കഴിച്ചു, 8 പോയിന്റ് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ പല രീതികളിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്പർ കൊടുക്കുന്ന രീതി ഉപയോഗിച്ച് നമുക്കുള്ള തൃപ്തി അഥവാ യൂട്ടിലിറ്റി അളക്കാനായിട്ട് പറ്റും. ആ തിയറിയുടെ പേരാണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. സെറ്റാണ്. ഈ തിയറിയുടെ പേരാണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും എങ്ങനെ നമുക്കത് പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സാധനം, ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മളൊരു സാധനം വാങ്ങിച്ചു ഒരു ചൂടുള്ള ദിവസം നിങ്ങൾ എന്ത് ചെയ്യുന്നു? നല്ല വിയർത്ത് ക്ഷീണിച്ചിരിക്കുകയാണ്, ദാഹമുണ്ട്. നിങ്ങൾ കടയിൽ പോയിട്ട് എന്ത് ചെയ്തു? ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു കുടിച്ചു. വെള്ളം വാങ്ങിച്ച് കുടിച്ചപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വിശന്ന് അല്ലെങ്കിൽ ദാഹിച്ചിരുന്ന് നമ്മൾ വെള്ളം വാങ്ങിച്ച് കുടിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തൃപ്തി കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ച് കുടിച്ചു, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ച് കുടിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു 10 ഔട്ട് ഓഫ് 10 നമുക്ക് നോക്കാം, എനിക്ക് ഫുള്ള് തൃപ്തി കിട്ടി, ഞാൻ ഹാപ്പിയാണ്. പക്ഷേ എന്നാലും കുറച്ചുകൂടി ഹാപ്പി ആവാൻ ബാക്കിയുള്ളത് ഞാൻ ഒരു ഗ്ലാസ് കൂടെ വാങ്ങിച്ച് കുടിച്ചു, സെക്കൻഡ് ഗ്ലാസ് വാങ്ങിച്ച് കുടിച്ചു. പക്ഷേ ആദ്യം കിട്ടിയ അത്രയും തൃപ്തി നിങ്ങൾക്ക് കിട്ടുമോ? ഇല്ല, അത്രയും കിട്ടത്തില്ല അല്ലേ? ആദ്യം നമുക്ക് ദാഹിച്ചിരിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമൊന്നും ഒരിക്കലും രണ്ടാമത് ഒരു ഗ്ലാസ് കൂടി കുടിക്കുമ്പോൾ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ പറയും 8 യൂട്ടിലിറ്റി കിട്ടി. മൂന്നാമത്തെ ഗ്ലാസ് വാങ്ങിച്ച് കുടിക്കുമ്പോഴത്തേക്ക് എനിക്ക് 7 യൂട്ടിലിറ്റി കഴിയും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ആരുടെ ഒറ്റയടിക്ക് വന്നിട്ട് 2-3 ഗ്ലാസും കുടിക്കുന്നതെന്ന്. ഉദാഹരണമാണ് ഇത്. സത്യം പറഞ്ഞാൽ ഈ തിയറിക്ക് കുറേ തെറ്റുണ്ട്, നമ്മളത് അവസാനം പറയും. എന്നാലും അത് വന്ന രീതി പറയുമ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയണമല്ലോ. ഈ തിയറി അത്ര കറക്റ്റ് ഒന്നുമല്ല. ആലോചിച്ച് നോക്കിയേ, ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ നിങ്ങളതൊന്ന് ചോദിക്കുകയാണ്, ആ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, നിങ്ങൾക്ക് എത്ര തൃപ്തി കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങൾ പറയും കുഴപ്പമില്ല, ഓക്കെയാണ്, അല്ലെ അടിപൊളിയാണ്, സൂപ്പറാണ് എന്നൊക്കെ പറയുള്ളൂ. അല്ലാതെ എനിക്ക് 8 പോയിന്റ് കിട്ടി, അല്ലെങ്കിൽ 10 തൃപ്തി കിട്ടി, 25 തൃപ്തി കിട്ടി എന്നൊന്നും പറയാൻ പോകുന്നില്ല. സോ ഇത് ലോജിക്കലി അത്ര കറക്റ്റ് അല്ലെങ്കിലും മാത്തമെറ്റിക്കലി നമുക്കത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. 7 കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ കണ്ടു ഓരോ തവണയും നമ്മൾ കുടിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന തൃപ്തി കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് കിട്ടിയ തൃപ്തികളുടെ മൊത്തം ടോട്ടൽ അത് നമ്മൾ എന്ത് വിളിക്കും? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കും. ടോട്ടൽ യൂട്ടിലിറ്റി. ഇത് പ്രോഡക്റ്റുകളെ പറ്റി ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിന് താരതമ്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അതായത് ഇപ്പോൾ ഞാനൊരു സാധനം വാങ്ങിച്ചു, അതിന് റേറ്റിംഗ് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. സത്യം പറഞ്ഞാൽ ഇത് റേറ്റിംഗ് എന്ന് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇപ്പോൾ ഒരു ആപ്പ് സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് താഴെ റേറ്റിംഗ് കൊടുക്കുക ഓപ്ഷൻ ഉണ്ട്. ആമസോണിൽ നിന്നൊരു സാധനം വാങ്ങിച്ചു, റേറ്റിംഗ് കൊടുക്കാൻ നമ്മൾ വാങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു സാധനം വാങ്ങുന്നത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം ഇപ്പോൾ ആമസോണിൽ നിന്നൊരു പ്രോഡക്റ്റ് എനിക്ക് വാങ്ങണം, ഞാൻ ആദ്യം പോയിട്ട് സാധനത്തിൻ്റെ റിവ്യൂ നോക്കും. റിവ്യൂ നോക്കിയിട്ട് എന്നെ എത്ര സ്റ്റാർ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കും അല്ലേ? ഇപ്പോൾ 1,00,000 പേര് റേറ്റിംഗ് ചെയ്തൊരു സാധനത്തിനകത്ത് 4.2 കിടക്കുകയാണെങ്കിൽ എനിക്കറിയാം 5 4.2 ഇത്രയും പേര് കൊടുത്തെങ്കിൽ അത് നല്ലൊരു സാധനം. അതുപോലെയാണ് ഇവിടെ എന്ത് കൊടുക്കുന്നത്? റേറ്റിംഗ് നമ്മൾ കൊടുക്കുന്നത്. അതിന് നമ്മൾ കൊടുക്കുന്ന റേറ്റിംഗിൽ കൂട്ടിയാൽ കിട്ടുന്ന വാല്യൂ total utility. Okay, the total utility is the total amount of utility that a person receives when he continuously consumes several units of a particular commodity. ശ്രദ്ധിക്കണേ,
ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആപ്പിൾ ഓറഞ്ച് എക്സാമ്പിൾ പോലെ അല്ല ഇത്. ഒരു സാധനം ഞാൻ വാങ്ങിച്ച് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നു. ഒരു സാധനം ഞാൻ വാങ്ങിച്ച് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നു. അപ്പോൾ അതിലോട്ട് നമുക്ക് വരാം. നോട്ട് വെച്ച് പറയുന്നത് കുറച്ചുകൂടി രസം അത്. ഇതുവരെ പറഞ്ഞ പോയിന്റ് എല്ലാവർക്കും ഓക്കെ ആണല്ലോ. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു സാധനം വാങ്ങിച്ച് അതിനെ യൂസ് ചെയ്യുന്ന ആളാണ് ആര്? കൺസ്യൂമർ എന്ന് പറയുന്നത്. ഒന്നുകിൽ അപ്പം പൈസ കൊടുക്കും, അല്ലെങ്കിൽ പിന്നീട് പൈസ കൊടുക്കും. അയാൾ വാങ്ങുന്ന കൺസംഷൻ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? സാധനത്തിൻ്റെ വില, ഇൻകം, വെൽത്ത്, ക്രെഡിറ്റ്, എക്സ്പെക്റ്റേഷൻ, പ്രിഫറൻസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അടുത്ത് നമ്മൾ എന്താ പറഞ്ഞത്? കൺസ്യൂമറിൻ്റെ സാറ്റിസ്ഫാക്ഷനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയായിരിക്കും? ഗുഡ്സും സർവീസും ഉപയോഗിക്കുമ്പോഴാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. പക്ഷേ അതെന്താണ്? അത് സബ്ജക്റ്റീവാണ്, അത് ഡിഫിക്കൽട്ടാണ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിലും ആദ്യമായിട്ട് ആൽഫ്രഡ് മാർഷൽ അതിന് എന്ത് ചെയ്തു? യൂട്ടിലിറ്റി എന്നൊരു കാര്യം ഉപയോഗിച്ച് മെഷർ ചെയ്യാമെന്ന് പറഞ്ഞു. എന്താ യൂട്ടിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധനം വാങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന വാണ്ട് സാറ്റിസ്ഫൈയിങ് പവറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. അത് അളക്കുന്നത് യൂട്ടിൽസ് എന്ന യൂണിറ്റിലാണ്. കൊണ്ടുവന്നത് ആൽഫ്രഡ് മാർഷലാണ്. അദ്ദേഹത്തിൻ്റെ തിയറിയിൽ എന്താ പറഞ്ഞത്? യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും, എണ്ണത്തിൽ കാണിക്കാൻ പറ്റും, മാത്തമെറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും നമ്പറുകൾ ഉപയോഗിച്ച്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ബിഹേവിയർ ഉണ്ടാകുന്ന ചേഞ്ച് നമുക്ക് ഈ പറയുന്ന പോയിന്റ് ഉണ്ടാകുന്ന വ്യത്യാസം വെച്ച് മനസ്സിലാക്കാൻ പറ്റും. ഒരു തണുത്ത ദിവസം അല്ലെങ്കിൽ ഒരു ചൂടുള്ള ദിവസം നമ്മൾ വെള്ളം വാങ്ങിച്ച് കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു തൃപ്തി നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഒരു എക്സാമ്പിളിന് യൂട്ടിലിറ്റി ആയിട്ട് കണക്കാക്കാം. അപ്പോൾ യൂട്ടിലിറ്റി രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്: ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും. എന്താ ടോട്ടൽ യൂട്ടിലിറ്റി? The total utility is the total amount of the utility that a person receives when he continuously consumes several units of a particular product. ഒരു പ്രോഡക്റ്റിൻ്റെ കുറേ സാധനം ഞാൻ ഉപയോഗിച്ചു. അത് ഓരോന്ന് ഉപയോഗിക്കുമ്പോൾ എനിക്ക് കിട്ടിയ തൃപ്തിയുടെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു പിസ്സ ഹട്ടിൽ പോയിട്ട് പിസ്സ കഴിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന തൃപ്തിയെ നിങ്ങൾ യൂട്ടിലിറ്റിയിൽ മെഷർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഒന്നാമത്തെ കഷ്ണം കഴിച്ചപ്പോൾ എനിക്ക് 10 യൂട്ടിലിറ്റി കിട്ടി. രണ്ടാമത്തെ കഷ്ണം കഴിച്ചപ്പോൾ അത്രയും കിട്ടിയില്ല, 8 യൂട്ടിലിറ്റിയേ കിട്ടിയുള്ളൂ. മൂന്നാമത് കഴിച്ചപ്പോൾ 6 കിട്ടി. അപ്പോൾ എനിക്കിവിടെ കിട്ടിയ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും 10 + 8 + 6 = 24 യൂട്ടിലിറ്റിയാണ് എനിക്ക് കിട്ടിയത്. സോ എൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 24ആണ്. ഇത് ഒരു കൺസ്യൂമറിൻ്റെ എടുത്തു, അങ്ങനെ 2 കൺസ്യൂമറിൻ്റെ എടുത്തു, 3 കൺസ്യൂമറിൻ്റെ എടുത്തു. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ യൂട്ടിലിറ്റി എന്ന് പറയുന്നവർക്ക് കുറയുകയാണോ കൂടുകയാണോ ചെയ്യുന്നത്. കുറയുന്നു, മിക്കവാറും ഇത് കുറഞ്ഞേ പോവുള്ളൂ. കാരണം ആലോചിച്ച് നോക്കിയേ, ഒരു കഷ്ണം, 2 കഷ്ണം, 3 കഷ്ണം അതിൽ കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ആ സാധനത്തിനോട് ഒരു ഇഷ്ടം തോന്നത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയും? അത്ര തൃപ്തി ഇല്ല, മതി എന്ന് പറയും അല്ലേ? അപ്പോൾ ഇതാണ് സംഭവം. നിങ്ങളൊരു എക്സാമ്പിൾ ആലോചിച്ച് നോക്കിയത് പലപ്പോഴും നമ്മുടെ വീട്ടിൽ നടക്കുന്നൊരു കാര്യമാണ്. നമ്മൾ അമ്മയുടെ അടുത്ത് നമ്മൾ അമ്മ ഉണ്ടാക്കി എന്തെങ്കിലും ഒരു ഭക്ഷണം അടിപൊളിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസം അത് തന്നെ ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ദോശ ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കഴിച്ച ദോശ നമ്മൾ അടിപൊളി എന്ന് പറഞ്ഞാൽ അമ്മ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും കൊണ്ട് തന്നുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അത് മടുക്കും ഇല്ലേ? അടുത്തിട്ട് പിന്നെ അവസാനം പറയും എനിക്കിത് വേണ്ട എന്ന് പറയും. അതേപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സാധനം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന തൃപ്തിയെ നമ്മൾ നമ്പറിൽ എടുത്തിട്ട് ആ നമ്പർ കൂട്ടുമ്പോൾ കിട്ടുന്ന സാധനം ടോട്ടൽ യൂട്ടിലിറ്റി. എന്തുവാണ്? ടോട്ടൽ യൂട്ടിലിറ്റി. അപ്പോൾ എന്താ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ പീസ് കഴിച്ചു കഴിഞ്ഞപ്പോഴും നമ്മളുടെ ഇഷ്ടത്തിൽ വന്ന മാറ്റമാണ് എന്ത്? മാർജിനൽ യൂട്ടിലിറ്റി. എക്സാമ്പിൾ വെച്ച് പറയാം. ഞാൻ ആദ്യത്തെ പിസ്സ കഴിച്ചപ്പോൾ എനിക്ക് 10 യൂട്ടിലിറ്റിയാണ് കിട്ടിയത്. രണ്ടാമത്തെ പീസ് കഴിച്ചപ്പോൾ എനിക്ക് 8ആണ് കിട്ടിയത്. മൂന്നാമത്തെ പീസ് കഴിച്ചപ്പോൾ എനിക്ക് 6 യൂട്ടിലിറ്റിയാണ് കിട്ടിയെന്ന് വിചാരിക്കുക. കുഴപ്പമില്ല. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഞാൻ കഴിച്ചപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടോട്ടൽ യൂട്ടിലിറ്റി 10. രണ്ടാമത് കഴിച്ചപ്പോൾ 10 ഉണ്ടായിരുന്നു. ടോട്ടൽ യൂട്ടിലിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. 10 പ്ലസ് എനിക്ക് രണ്ടാമത് കിട്ടി 8 കൂടി 18ആയി. ഉണ്ടായ വ്യത്യാസം എത്രയാണ്? 8ൻ്റെ വ്യത്യാസം ഉണ്ടായി. അപ്പോൾ ഇവിടുത്തെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8 ആയിരിക്കും. 2, ഈ പറയുന്ന സാധനം ഞാൻ വീണ്ടും കഴിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ കൊടുത്ത പോയിന്റ് 6 ആണ്. എത്രയാണ് കൊടുത്തത്? 6 ആണ്. അല്ലെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി ഇത് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അല്ലേ? വേറൊരു രീതിയിൽ പറയാം. ഞാൻ ഒരു സാധനം കഴിച്ചു, ഒരു പ്രോഡക്റ്റ് കഴിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 10. ഒരു കഷ്ണം കൂടെ കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 18 കിട്ടി. മൂന്നാമത്തെ കഴിച്ചപ്പോൾ പറഞ്ഞു 24 കിട്ടി. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഓരോ തവണ കഴിക്കുമ്പോൾ ഇഷ്ടം കൂടുകയാണോ ചെയ്യുന്നത്? അല്ല, ഇഷ്ടമല്ല. ഇത് ടോട്ടൽ യൂട്ടിലിറ്റിയാണ്. അപ്പോൾ എന്തായാലും ഇഷ്ടം കുറയാണ് ചെയ്തത്. ആദ്യം കഴിച്ചപ്പോൾ ഞാൻ എത്രയാണ് പറഞ്ഞത്? 10 പറഞ്ഞു. അടുത്ത തവണ ഞാൻ 8 പറഞ്ഞുകൊണ്ടാണ് അത് എത്രയായത്? 18 ആയത്. അടുത്ത വീണ്ടും കുറഞ്ഞു, ഒരു 6 പറഞ്ഞുകൊണ്ടാണ് എത്രയായത്? അത് 24 ആയത് അല്ലേ? അപ്പോൾ ഈ ടോട്ടൽ യൂട്ടിലിറ്റി വന്ന വ്യത്യാസം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ 8 വന്നു, ഇവിടെ 6 വന്നു. ഈ വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടി പറയാം. എക്സാമ്പിൾ ഡെഫിനിഷൻ പറഞ്ഞിട്ട് പറയാം. എന്താ മാർജിനൽ യൂട്ടിലിറ്റി? ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റിയിലുണ്ടായ വ്യത്യാസം when one additional unit of a commodity is consumed. ഞാൻ ഓരോ അഡീഷണൽ യൂണിറ്റ് കഴിച്ചപ്പോഴും, സ്ലൈസ് ഓഫ് പിസയാണ് നമ്മൾ അഡീഷണൽ യൂണിറ്റ്. ആദ്യം 1 കഴിച്ചു, ഒരു അഡീഷണൽ യൂണിറ്റ് ആയിട്ട് 2 കഴിച്ചപ്പോൾ എൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി വന്ന വ്യത്യാസം എത്രയാണ്? 8 ആണ്. അപ്പോൾ ഈ 8 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്ത്? മാർജിനൽ യൂട്ടിലിറ്റി. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്.
ഓക്കെ ആണല്ലോ? ഒന്നുകൂടെ പറയാം. ഞാനൊരു സാധനം കഴിക്കുകയായിരുന്നു. ഞാനൊരു സാധനം കഴിച്ചു. ഒരു പിസ്സ കഴിച്ചു. എന്ത് കഴിച്ചു? ഇത് മനസ്സിലാക്കാൻ ശ്രദ്ധിച്ചിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് തലയിൽ കയറത്തില്ല. ഒരു പീസ് കഴിച്ചു. ഒരു പീസ് കഴിച്ചപ്പോൾ ഞാൻ തൃപ്തി 10 പോയിൻ്റ് എന്ന് കൊടുത്തു. രണ്ടാമത്തെ പീസ് കഴിച്ചപ്പോൾ എനിക്ക് അത്രയും വന്നില്ല, ഞാൻ 8 എന്ന് കൊടുത്തു. മൂന്നാമത്തെ പീസ് കഴിച്ചപ്പോൾ അത്രയും വന്നില്ല, ഞാൻ 6 എന്ന് കൊടുത്തു. ഇവിടെ ഞാൻ ഓരോ തവണത്തെയും ടോട്ടൽ യൂട്ടിലിറ്റി കണക്കാക്കിയാൽ ഇവിടെ ടോട്ടൽ യൂണിറ്റ് 10. ഇവിടെ ആണെങ്കിലോ 10 + 8 18. ഇവിടെ 18 + 8 24. അപ്പോൾ ഇവിടെ ഓരോ തവണ ഉണ്ടായ വ്യത്യാസം എത്രയായിരിക്കും? 10-ൽ നിന്ന് 8 അല്ലേ? 10-ൽ നിന്ന് 8. അപ്പോൾ എന്ത് പറ്റി? എൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞു അല്ലേ? എന്ത് ചെയ്തു? കുറഞ്ഞു. പക്ഷേ അത് ടോട്ടൽ വരുന്ന മാറ്റം എത്രയായിരിക്കും? 8 യൂണിറ്റിൻ്റെ മാറ്റം വന്നു. ഇവിടെ 6 യൂണിറ്റിൻ്റെ മാറ്റം വന്നു. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി, ഒരു അഡീഷണൽ യൂണിറ്റ് ഞാൻ കഴിച്ചപ്പോൾ എൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി വന്ന വ്യത്യാസം എന്ന് പറയുന്നത്, ടോട്ടൽ യൂട്ടിലിറ്റി ഇപ്പുറത്തിൽ എഴുതിയിരിക്കുന്നത്, ടോട്ടൽ യൂട്ടിലിറ്റി വന്ന വ്യത്യാസം എന്ന് പറയുന്നത് 18-ൽ നിന്ന് 10, സോ 8. അടുത്ത ഒരു എക്സ്ട്രാ പീസ് കഴിച്ചപ്പോൾ 24-ൽ നിന്ന് 18, അല്ലെങ്കിൽ 18-ൽ നിന്ന് 24, സോ വ്യത്യാസം 6. ഈ വ്യത്യാസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓറഞ്ചിൻ്റെ എക്സാമ്പിളാണ് ടെക്സ്റ്റ് പറഞ്ഞേക്കുന്നത്. ഒരാൾക്ക് ഓറഞ്ച് ഇഷ്ടമാണ്. ഒന്നാമത്തെ കഷ്ണം ഓറഞ്ച് കൊടുത്തപ്പോൾ 20 യൂട്ടിലിറ്റി കൊടുത്തു. സോ അവിടുത്തെ ടോട്ടൽ യൂട്ടിലിറ്റി 20, മാർജിനൽ യൂട്ടിലിറ്റിയും 20, കാരണം മുമ്പ് 0ആണ്, വ്യത്യാസമൊന്നുമില്ല. രണ്ടാമത്തെ കഷ്ണം കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ടോട്ടൽ യൂട്ടിലിറ്റി 38 എന്ന് വെച്ചാൽ വ്യത്യാസം വന്നത് എത്രയാണ്? 18. സോ 18 അവിടുത്തെ മാർജിനൽ യൂട്ടിലിറ്റി. മൂന്നാമത് കഴിച്ചപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 53, വ്യത്യാസം വന്നത് 15. അങ്ങനെ നാലാമത് കൊടുത്തപ്പോൾ 63, വ്യത്യാസം വന്നത് 10. അടുത്ത് കൊടുത്തപ്പോൾ 67, വ്യത്യാസം വന്നത് 4. അടുത്ത് കൊടുത്തപ്പോൾ 67, കാരണം എന്താണ്? ആ 5 കഷ്ണം കഴിച്ചപ്പോൾ പറഞ്ഞു മതി, എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞു. സോ അവിടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 0. വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് പറയും? എനിക്ക് വേണ്ട, നമ്മൾ ഛർദ്ദിക്കും, നെഗറ്റീവ് ആവും അല്ലേ? നമുക്ക് എന്താവും? നെഗറ്റീവായിട്ട് മാറും. വീണ്ടും കൊടുത്താൽ എന്താവും? നെഗറ്റീവായിട്ട് മാറും. ഇതാണ് എന്തെന്ന് പറയുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരാളുടെ കൺസംപ്ഷൻ വെച്ച് ഇതൊക്കെ ഇമാജിൻ ചെയ്യുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. സത്യമാണ്, എക്കണോമിക്സിൽ ഇത് നമുക്ക് ഒരു വ്യക്തിയുടെ ഉദാഹരണം വെച്ച് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു, നമ്മൾ ഉപയോഗിച്ചു, കിട്ടുന്ന തൃപ്തിയെ നമ്മൾ പോയിന്റ് കൊടുത്ത് വെച്ചു. ആലോചിക്കുക, ഒരു സാധനം നമ്മൾ കുറേ കഴിച്ച് കഴിയുമ്പോൾ മടുക്കും. ആ മടുപ്പാണ് ഇതാ ഇവിടെ 0 എന്ന് കാണിച്ചേക്കുന്നത്. വീണ്ടും കൊടുത്താൽ നമുക്കത് വെറുക്കും. ആ വെറുപ്പാണ് ഇവിടെ നെഗറ്റീവ് കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. മനസ്സിലാവുമല്ലോ? ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിന് നമ്മളൊരു ഗ്രാഫിലോട്ട് വരച്ച് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഇങ്ങോട്ട് നമ്പർ ഓഫ് ഓറഞ്ച്, ഇവിടെയാണെങ്കിൽ യൂട്ടിലിറ്റി. ഒന്നാമത്തെ ഓറഞ്ച് കഴിച്ചപ്പോൾ നമുക്ക് 20 യൂട്ടിലിറ്റി കിട്ടി. രണ്ടാമത്തെ ഓറഞ്ച് കഴിച്ചപ്പോഴത്തേക്ക് യൂട്ടിലിറ്റി 40 എന്ന് വിചാരിക്കുക. മൂന്നാമത്തെ കഴിച്ചപ്പോൾ വീണ്ടും കൂടി ഒരു 50 കൂടി. നേരത്തെ കിട്ടിയ ടേബിൾ ഞാൻ ഇവിടെ രണ്ടും കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. നോക്കിയോ, ഇവിടെ എന്താ പറഞ്ഞത്? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഓരോ യൂട്ടിലിറ്റി നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന തൃപ്തിയാണ്. ഓക്കെ, അത് 5ാമത്തത് വരെ എന്ത് ചെയ്തു? കൂടി പോയി. അത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? അത് കുറയാൻ തുടങ്ങി. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. എൻ്റെ യൂട്ടിലിറ്റി കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരികയാണ്. അത് എന്തിലോട്ട് പോവുകയാണ്? നെഗറ്റീവിലോട്ട് പോവുകയാണ്. ടോട്ടൽ യൂട്ടിലിറ്റി അതുകൊണ്ട് എന്ത് പറ്റും? 67-ൽ നിന്ന് കുറഞ്ഞ് 64 അടുത്ത 57 മാറും. അതിന് ഞാനൊരു ഗ്രാഫ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, എന്താണ് ഗ്രാഫ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ കൂടി പോകും. പക്ഷേ ഇവിടെ എത്തിക്കഴിയുമ്പോൾ പിന്നെ എന്താണ്? പിന്നെ അങ്ങോട്ട് എനിക്ക് വേണ്ട. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുകയാണ്? ഓവർ കൺസംഷൻ സംഭവിക്കുകയാണ് അല്ലേ? എന്ത് സംഭവിക്കുകയാണ്? ഓവർ കൺസംഷൻ സംഭവിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടാതാവും. അപ്പോൾ എന്ത് പറ്റും? ഇത് കുറഞ്ഞു വരും. ഇനി നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം അതെന്താണ്? കുറഞ്ഞാണ് വരുന്നത്. ആദ്യം കഴിച്ചപ്പോൾ തൃപ്തി രണ്ടാമത്തെ പീസ് കിട്ടത്തില്ല, അത്രയും മൂന്നാമത്തെ കിട്ടത്തില്ല, നാലാമത്തെ കിട്ടത്തില്ല, അഞ്ചാമത്തെ കിട്ടത്തില്ല, 6ആയപ്പോൾ വെറുത്തു, ഇനി പറഞ്ഞു വേണ്ടാന്ന്. പിന്നെ എന്തിലോട്ട് പോയി? നെഗറ്റീവിലോട്ട് പോയി. സോ നമ്മൾ ഈ മാർജിനൽ യൂട്ടിലിറ്റിയെ നമുക്കൊരു മാത്തമെറ്റിക്കൽ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതെന്ന് പറയുന്നത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളൊരു കാര്യമാണ് അല്ലേ? ഇത് ഒരുപാട് ലിമിറ്റേഷൻ ഉള്ള കാര്യമാണ്. മാത്രമല്ല ഒരാൾ ഒരു സാധനം വാങ്ങിച്ചിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കത്തില്ല. അപ്പോൾ ഇത് കുറേ അസംഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൽഫ്രഡ് മാർഷൽ എന്ത് ചെയ്യുന്നത്? ഈ തിയറി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ അസംഷൻസും ലിമിറ്റേഷൻസും എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ പറയുകയാണ്, ഇങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു സാധനം കഴിക്കുമ്പോൾ ഇങ്ങനെ തൃപ്തി കുറഞ്ഞു വരുന്നു, കുറച്ച് കഴിയുമ്പോൾ 0 ആവുന്നു, നെഗറ്റീവിലോട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നത് കുറേ അസംഷൻസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ്? യൂട്ടിലിറ്റി അളക്കാൻ പറ്റും, അത് തന്നെ തെറ്റാണ് അല്ലേ? നമുക്ക് ഒരു കാരണവശാലും ഈ ഒരു സാധനം എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ അബ്സല്യൂട്ട് നമ്പറുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ കാർഡിനൽ നമ്പറുകൾ അല്ലെങ്കിൽ എണ്ണം ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാനെന്ന് പറയുന്നത് പറ്റത്തില്ല. സോ നമ്മളത് അസ്യൂം ചെയ്യണം അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിലെന്ന്. ഇനി കോൺസ്റ്റൻറ്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി,
ഇവിടെ ഓരോ സാധനം വാങ്ങുമ്പോഴും നമുക്ക് പൈസ വേണം അല്ലേ. ഇവിടുത്തെ അസംഷൻ എന്താണെന്ന് വെച്ചാൽ പൈസയ്ക്ക് നമുക്ക് ഒരേ വാല്യൂ ആണ്. അതായത് ഞാനിങ്ങനെ ഇപ്പോൾ 1 രൂപ എന്ന് പറയുന്ന പൈസ, 1 രൂപയ്ക്ക് ഞാനൊരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ച് കുടിച്ചു. എനിക്കിനി വേറെ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ 1 രൂപയ്ക്ക് ഞാൻ വെള്ളം വാങ്ങിച്ച് കുടിച്ചിട്ട് ബാക്കി പൈസ ഞാൻ കൈ വെച്ചിരിക്കുമല്ലോ. അല്ല, ഇവിടെ പറയുന്നത് എന്താണ്, പൈസയ്ക്ക് ഒരേ വാല്യൂ ആണ്. നമ്മൾ ആ പൈസ ഉപയോഗിച്ച് വീണ്ടും വീണ്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി റാഷണൽ കൺസ്യൂമർ ആയിരിക്കും. അതായത് എന്താണ്, നമ്മൾ സാധനം വാങ്ങിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളത് സ്റ്റോപ്പ് ചെയ്യും അല്ലേ. നമുക്ക് എപ്പോഴും നമുക്ക് വാങ്ങുന്ന സാധനത്തിൽ നിന്ന് മാക്സിമം യൂട്ടിലിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. അതൊന്നും തെറ്റാണ് അല്ലേ. ഞാനൊരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ച് കുടിച്ചു, എൻ്റെ ദാഹം മാറിയാൽ ഞാൻ വീണ്ടും വീണ്ടും വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല. സോ അത് അസംഷനാണ് പറയുന്നത്. ഹോമോജീനിയസ് ആയിട്ടുള്ള യൂണിറ്റുകളാണ്. നമ്മൾ വാങ്ങുന്ന എല്ലാ സാധനത്തിനും എപ്പോഴും ഒരേ ക്വാണ്ടിറ്റി ആയിരിക്കും. വെള്ളം എപ്പോഴും ഒരേ അളവിൽ, ഒരേ ഗ്ലാസ്സിൽ, ഒരേ തണുപ്പിലുള്ള, ഒരേ മധുരമുള്ള വെള്ളങ്ങളായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശരിയാണോ? അല്ല, അസംഷനാണ്. കൺസ്യൂമറിൻ്റെ ഇൻകത്തിലും ടേസ്റ്റിലും ഒരു മാറ്റവും വരൂല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളിങ്ങനെ സാധനം വാങ്ങിച്ച് കൺസ്യൂം ചെയ്യുമ്പോൾ എൻ്റെ പൈസ നോക്കുന്നോ? ഇല്ല, പൈസയൊന്നും നമ്മൾ നോക്കുന്നില്ല. അവിടെ എൻ്റെ ടേസ്റ്റ് മാറുന്നുണ്ടോ, എൻ്റെ തൃപ്തി മാറുന്നുണ്ടോ, അതൊന്നും നോക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കും. തിയറിയാണ് കൺസംഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമെന്ന് പറഞ്ഞു. ഇതെല്ലാം അസംഷൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പോയിന്റ് കേട്ടപ്പോൾ ഞാൻ എന്ത് അറബിയാണ് ഈ പറയുന്നത്, ഇയാൾ എന്താ പറയുന്നത് ഒന്നും മനസ്സിലാവണമല്ലോ എന്ന് തോന്നും. ഉദാഹരണം വെച്ച് പറയാം. രാഹുൽ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ച് കഴിക്കുന്നു എന്ന് വിചാരിക്കുക. യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ എന്നാണ് പറഞ്ഞത്. അതായത് അസംഷൻ എന്താണ്, രാഹുൽ എന്ന് പറയുന്ന ആൾ ഓരോ ബിസ്ക്കറ്റ് കഴിക്കുമ്പോഴും അതിന് ഓരോന്നിനും പോയിന്റ് വെച്ച് കൊടുക്കും എന്ന് നമ്മൾ ഊഹിച്ചിട്ടാണ് ഈ തിയറി ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. ഓക്കെ. 2, കോൺസ്റ്റൻറ്റ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. അതായത് പൈസ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓരോ തവണയും സെയിം തന്നെ ആയിരിക്കും. അതായത് അയാൾ എന്താണ്, വില്ലിങ് ആണ് ഓരോ തവണയും ഇതിനു വേണ്ടി പേ ചെയ്യാൻ വേണ്ടിയിട്ട്. റാഷണൽ കൺസ്യൂമർ ആണ്. അല്ലെ, അയാൾ എന്താണ്, മാക്സിമം അയാൾ വയറ് നിറയുന്നവരെ കഴിച്ചു. 4 ബിസ്ക്കറ്റ് വരെ അയാൾ എന്ത് ചെയ്തു, കഴിച്ചു. 5ാമത്തെ പറ്റിയപ്പോഴത്തേക്ക് എന്ത് പറ്റി, എക്സ്ട്രാ സാറ്റിസ്ഫാക്ഷൻ കഴിക്കാൻ അങ്ങനെ വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഹോമോജീനിയസ് യൂണിറ്റ് ആണ്. ബിസ്ക്കറ്റുകൾക്കെല്ലാം ഒരേ സൈസ്, ഒരേ ഫ്ലേവറും ഒരേ ബ്രാൻഡ് സാധനമായിരിക്കും അയാൾ ഉപയോഗിച്ചത്. ഇതൊന്നും അല്ല. ഇൻകത്തിനും ടേസ്റ്റിനും ഒരു വ്യത്യാസമില്ല. രാഹുലിൻ്റെ മൂഡ്, ഇൻകം, പ്രിഫറൻസ് ഇതൊന്നും മാറത്തില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് അതുപോലെ തന്നെ ഇരിക്കുന്ന പറയുന്നത്. റോബോട്ട് വല്ല ആണെങ്കിലേ നടക്കത്തുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഇയാൾ കൺസ്യൂം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്, നടക്കുന്ന കാര്യങ്ങളല്ല. സോ ഈ തിയറിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ലിമിറ്റേഷൻ? 1, യൂട്ടിലിറ്റി മെഷർ ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അസംഷൻസ് എല്ലാം അൺറിയലിസ്റ്റിക് ആണ്. ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല അല്ലേ. ഇൻഫ്ലുവൻസ് ഓഫ് അതർ ഗുഡ്സിനെ പറ്റി ഇതൊന്നും ഇവിടെ പറയുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഒരു കുഴിമന്തി വാങ്ങിച്ച് കഴിക്കുന്നു. കുഴിമന്തിയുടെ കൂടെ മയണൈസ് വെച്ചാൽ ഞാൻ കൂടുതൽ തൃപ്തി കാണിക്കും. മയണൈസ് ഇല്ലെങ്കിൽ എൻ്റെ തൃപ്തി കുറയും. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്, കുഴിമന്തി എന്ന് പറയുന്ന ഒരു സാധനം വാങ്ങിച്ച് ഞാൻ തിന്നു. 1ാമത്തെ ഉരുള കഴിച്ചപ്പോൾ തൃപ്തി എത്ര കിട്ടി, 2ാമത്തെ കഴിച്ചപ്പോൾ തൃപ്തി എത്ര കിട്ടി, 3ാമത്തെ കഴിച്ചപ്പോൾ എത്ര കിട്ടി എന്ന രീതിയിലാണ് പറയുന്നത്. സോ ഇതൊന്നും നടക്കുന്ന കാര്യങ്ങൾ അല്ല. ഫിക്സഡ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി അല്ലേ, ഇതൊന്നും ശരിയല്ല അല്ലേ. വെള്ളം വാങ്ങിച്ച് ഞാൻ കുടിക്കുമ്പോൾ എപ്പോഴും ഒരേ അളവിൽ ഒരേ ഗ്ലാസ്സിലായിരിക്കും കിട്ടുന്നത്, വ്യത്യാസം വരാം. അതിവിടെ കണക്കാക്കുന്നില്ല. ആപ്ലിക്കബിൾ ഇൻ ചേഞ്ചിങ് സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ച് ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല. സോ ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. സോ ഈ തിയറി എന്ത് ചെയ്തു, നമ്മളെടുത്ത് കളയുകയാണ് ചെയ്തത്. സോ അതാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി is based on assumptions that all product must be of the same quantity and that a consumer's income and taste do not change. Some of the limitations of the law. ഇത്രയും കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി ലിമിറ്റേഷൻ എന്താണ്? യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് കണ്ടിന്യൂസ്. യൂട്ടിലിറ്റി ആർ ദാറ്റ് കൺസംഷൻ മസ്റ്റ് ബി കണ്ടിന്യൂസ്, ദാറ്റ് ദ യൂസ് ഓഫ് ദ അതർ ഗുഡ്സ് ആൻഡ് ഗുഡ്സ് മസ്റ്റ് ബി അസർട്ടൈൻഡ്. അതായത് മറ്റു ഗുഡ്സിനെ പറ്റി പറയുന്നില്ല. യൂണിറ്റ് മസ്റ്റ് ബി ഫിക്സഡ് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഈ പറയുന്ന യൂണിറ്റുകൾ എപ്പോഴും കഴിക്കുന്നത്. ഇത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റത്തില്ല. സോ നോക്കിയോ. സോ അതുകൊണ്ട് തന്നെ ന്യൂ തിയറീസ് ഹാവ് ബീൻ ഡെവലപ്ഡ് ടു റീപ്ലേസ് ദ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. ഇത് എന്ത് ചെയ്തു, തെറ്റാണ്, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത് റീപ്ലേസ് ചെയ്തു. However, it is a fact that the utility obtained from a good decreases as additional unit of it are consumed and it is also generally influence the consumption. ഒരു സാധനം നമ്മൾ വീണ്ടും വീണ്ടും വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തൃപ്തി എന്ന് പറയുന്നത് കുറഞ്ഞു വരുമെന്ന് പറഞ്ഞ കാര്യം മാത്രമാണ് ഇവിടെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ വരുന്നതെന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും ഇവിടുന്ന് എന്താ പഠിക്കാനുള്ളതെന്ന് അല്ലേ. കാര്യം മനസ്സിലായി, പക്ഷേ എന്താ പഠിക്കാനുള്ളത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമുക്കിങ്ങനെ പോയിന്റ് കൊടുക്കാനൊന്നും പറ്റത്തില്ല. നമ്മളത് എവിടെ നിൽക്കുന്നു, നമുക്ക് ഏത് നേരം, നമ്മുടെ ഇഷ്ടം എന്താണ് എന്ന കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഫാൻ എന്ന് പറയുന്ന സാധനം ചൂടുള്ള സ്ഥലത്ത് നമ്മൾ ചൂടുള്ള ദിവസവും ഫാൻ ഉപയോഗിക്കുന്ന പോലെ ആയിരിക്കത്തില്ല തണുപ്പുള്ള ദിവസം ഉപയോഗിക്കും. അപ്പോൾ ഒരുപാട് ഫാക്ടറുകൾ നമ്മളെ യൂട്ടിലിറ്റിയെ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ ഒരു കാര്യം മാത്രം നമുക്കറിയാം, ഇൻകം എന്ന് പറയുന്നത് നമ്മൾ നന്നായി ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇതൊക്കെ ഓക്കെ, നിർത്തി. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ മിനിമം നമുക്കതുകൊണ്ട് 10 യൂണിറ്റ് യൂട്ടിലിറ്റി കിട്ടിയോ 20 കിട്ടിയോ എന്നുള്ള വിഷയമല്ല, മിനിമം യൂട്ടിലിറ്റി കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും, നമ്മൾ സാറ്റിസ്ഫൈഡ് ആവത്തില്ല. അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആസ് എ കൺസ്യൂമർ നമുക്ക് കുറച്ച് റൈറ്റ്സും പ്രൊട്ടക്ഷൻസും ഉണ്ട്.
ആ റൈറ്റ്സും പ്രൊട്ടക്ഷൻസും എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത്. അത് ഇത്രയും ബുദ്ധിമുട്ടുള്ള, ഇത്രയും ബോറായിട്ടുള്ള ടോപ്പിക്കല്ല, അത് കുറച്ചുകൂടി രസമായിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പരിധി വരെയെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് +1 ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ വരുന്ന സാധനമാണ്, ഇപ്പോഴേ എടുത്ത് നിങ്ങൾക്ക് തന്നേക്കുന്നതാണ്. എക്കണോമിക്സ് ഒക്കെ എടുത്ത് പോകുന്ന കുട്ടികൾക്ക് പഠിക്കേണ്ട സാധനമായിട്ടാണ് ഇത് സാധാരണഗതിയിൽ ഉണ്ടായിരുന്നത്, +1 നമ്മൾ ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്ത് പോകുമ്പോൾ. അപ്പോൾ എങ്കിലും ഒരു ബേസിക് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നോട്ടിനകത്ത് ഞാൻ കുറച്ചുകൂടി എക്സാമ്പിൾസൊക്കെ കയറ്റി പറഞ്ഞിട്ടുണ്ട്. സോ മനസ്സിലായോ ഇല്ല എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ആയിട്ട് പറയുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി കുറച്ചുകൂടി രസമുള്ള ടോപ്പിക്കായിട്ട് വരാം. അപ്പോൾ അതുവരെ ബൈ ബൈ.